നമസ്കാരം. മന്ത്രി വീണ ജോർജിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില മാപ്ര കുബുദ്ധികൾ മനഃപൂർവ്വം വിവാദത്തിൽപ്പെടുത്തുന്നത് എങ്ങനെ നോക്കി. അതായത് ഇന്നിപ്പോ രണ്ട് മൂന്ന് കാർഡുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങൾ, ആ വിഷയത്തിൽ ഡോക്ടർ ഹാരിസ് നടത്തിയിട്ടുള്ള തുറന്നു പറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ അതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ, അന്വേഷണങ്ങൾ എല്ലാം തുടരുന്നതിനിടയിൽ മന്ത്രി വീണ ജോർജിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ജനങ്ങളുടെ മുന്നിൽ അവഹേളിക്കണം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച്, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്. ദേ ഈ കാർഡിൽ നോക്കി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായെന്ന് മന്ത്രി പറഞ്ഞ ഉപകരണം, കാണാതായെന്ന് മന്ത്രി പറഞ്ഞ ഉപകരണം അവിടെ ഉണ്ടെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. കാണാതായെന്ന് മന്ത്രി പറഞ്ഞ ഉപകരണം, എന്തിനാണ് അങ്ങനെ ഒരു വാചകം കൂടെ കൂടെ എടുത്തു പറയുന്നത്? മന്ത്രി കാണാതായി എന്ന് പറയുന്ന കാര്യം മന്ത്രി നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയിട്ട് പറഞ്ഞ കാര്യമാണോ? അല്ലല്ലോ. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവർക്ക് കിട്ടുന്ന വിവരം എവിടെ നിന്നാണ്? അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടെത്തിയ വിവരം മന്ത്രിയോട് പറയുന്നു. മന്ത്രി ആ കാര്യം രാവിലെ മുതൽ ഒരു കോലുമായിട്ട് ഇറങ്ങും. അപ്പോൾ മുന്നിൽ വരുമ്പോൾ മുൻ മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അവർ ഒരു മറുപടി പറയും. മറുപടി പറയുമ്പോൾ അതിലെ ഒരു വാക്കടർത്തിയെടുത്ത് അത് വെച്ചുകൊണ്ട് അവരെ വേട്ടയാടുന്ന ഒരു രീതി നോക്കി. ഈ ലോകത്തിന് ഇപ്പൊ ഈ കൂലിയെഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മാപ്രകളിൽ ഏവനെങ്കിലും ഒരുത്തൻ ഈ ആരോഗ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കണം നിങ്ങൾ വിചാരിക്കുക. ഇങ്ങനെ ഒരു വിഷയം വരികയാണ്. അതിൽ എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുക? ഉദ്യോഗസ്ഥർ എന്താണോ അന്വേഷിക്കുന്നത്, അന്വേഷിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കും. അല്ലാതെ എങ്ങനെയാണ്? കേരളത്തിലുടനീളമുള്ള മെഡിക്കൽ കോളേജുകളിൽ എല്ലാ ദിവസവും രാവിലെ പോയിട്ട് അവരാണോ പരിശോധിക്കുന്നത്? അവരതിന്റെ എക്സ്പേർട്ടാണോ? അല്ല. അപ്പോ എക്സ്പേർട്ടുകൾ ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് അവരോടൊരു മറുപടി പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് രാവിലെ ആരെ വിവാദത്തിൽപ്പെടുത്തിട്ട് എന്ന പേരിൽ ഒരു കോലുമായിട്ട് ഒരു ക്യാമറയായിട്ട് അലഞ്ഞു തിരിയാൻ ഇറങ്ങും. അതിനുശേഷം ഒരാൾ ഒരു കാര്യം പറയുകയാണ്. കാര്യം വന്നതല്ലേ, അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട്ഫുള്ളിന്റെ ഭാഗമായിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാണ്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കാൻ തൽക്കാലം സൗകര്യമില്ല എന്ന നിലയ്ക്ക് അവർ കാര്യങ്ങളെ അറിഞ്ഞതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പിന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്തിലും കയറി അങ്ങ് പിടിക്കണം. അത് ഈ നാട്ടിലെ ഈ സംഘ മനസ്സുള്ള കുബുദ്ധികൾക്ക്, കോൺഗ്രസ് കുബുദ്ധികൾക്ക്, ചില കുഴിഞ്ഞ ബുദ്ധികൾക്കുള്ള ഒരു ചിന്താഗതിയാണ്. ആ കുഴിഞ്ഞ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പല കാര്യങ്ങളിലും ഇതുപോലെ വാക്കുകളെ മാത്രം അടർത്തിയെടുത്ത്, അത് നിങ്ങൾ ഒന്ന് രണ്ട് വിഷയങ്ങൾ എടുത്താൽ മനസ്സിലാകും. കൊട്ടാരക്കരയിലെ വന്ദന കേസ് ഉണ്ടായ സമയത്ത് അന്ന് ഇതുപോലെ എന്താണ് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ മന്ത്രിയോട് പറയുന്നു. എന്നാൽ മന്ത്രിയുടെ പിന്നാലെ രാവിലെ കോലും പിടിച്ച് നേരം വെളുക്കുമ്പോൾ ചെല്ലും. അപ്പോൾ അവർ പറഞ്ഞു, ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ ജൂനിയർ ഡോക്ടറായിട്ടുള്ള വന്ദനയ്ക്ക് ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ ഒരു കശപിശ ഉണ്ടായപ്പോൾ റൂമുകളിലേക്ക് അങ്ങ് മാറിപ്പോവുകയും എന്നാൽ ഇവർ അവിടെ നിന്നു പോകുന്ന സാഹചര്യവും ഉണ്ടായി. അതൊരു എക്സ്പീരിയൻസിന്റെ പ്രശ്നമാണെന്ന് ആര് പറയുന്നു? ഹോസ്പിറ്റലിലുള്ളവർ മന്ത്രിയോട് പറയുന്നു. മന്ത്രി അക്കാര്യം വിശദീകരിക്കുന്നു. അതുകൊണ്ട് സംഭവിച്ചതാകാം. ഉടനടി എക്സ്പീരിയൻസ് ഇല്ല എന്ന വാക്കെടുത്തതിന് ശേഷം അത് വെച്ച് കുറെ കഥകൾ ഉണ്ടാക്കി അവരെ സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിച്ചു. അതിനുശേഷം രണ്ടാമത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ടോയ്ലറ്റിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന ഒരു വനിതയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ സന്ദർഭത്തിൽ കോട്ടയത്തുണ്ടായിരുന്ന മന്ത്രി അവിടേക്ക് ഓടി വരികയാണ്. ബാക്കി ആരും എത്തുന്നതിന് മുന്നോടിയായിട്ട് അവിടെ എത്തിയ മന്ത്രിയോട് കോലും തൂക്കി ചെല്ലുന്നു, കാര്യം ചോദിക്കുന്നു. വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷിക്കുന്നു എന്താണെന്ന് സൂപ്രണ്ട് പറയുന്ന കാര്യം. സൂപ്രണ്ടാണല്ലോ അവിടെ ഉള്ളത്. അപ്പൊ സൂപ്രണ്ട് പറയുന്ന കാര്യമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? ത്രികാല ജ്ഞാനം ഉപയോഗിക്കണം. എന്നിട്ട് ഡയലോഗ് പറയുന്നതാണ് ഹീറോയിസിക് മന്ത്രി എന്നാണ്. കാര്യം ഇത് നേരെ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇവരുടെ മനസ്സിലിരിപ്പ് വെച്ചിട്ട് വിവാദം തന്നെയാണ്. അവർ ഏത് മറുപടി പറഞ്ഞാലും വാക്കടർത്തി എടുത്തുകൊണ്ട് വന്നിട്ട് അത് മന്ത്രി ഇങ്ങനെ പറഞ്ഞു എന്ന് അവർ അങ്ങ് വരുത്തുകയാണ്. അന്ന് അവിടെ ഈ ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ സൂപ്രണ്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് മറ്റാൾക്കാർ ഉൾപ്പെട്ടിരിക്കാൻ വഴിയില്ല എന്ന നിലയ്ക്ക് അവിടെ പരിശോധന വേണ്ട എന്ന് മന്ത്രി പറഞ്ഞു എന്ന നിലയ്ക്ക് വ്യാപകമായ പ്രചരണം മന്ത്രിക്കെതിരെ അഴിച്ചങ്ങ് വിടുകയാണ്. അതിനുശേഷം അവരെ സൈബർ ഇടത്തിൽ 10 പേരെ കൊണ്ട് തെറി വിളിപ്പിക്കുമ്പോൾ ഇവന്മാർക്ക് ഒരു മനസുഖം. അതാണിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ, അതേ അവിടെ ശസ്ത്രക്രിയ മുടങ്ങിയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിനൊന്നും തെറ്റ് പറയുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അദ്ദേഹത്തിനുണ്ടായ മനോവിഷമത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ശസ്ത്രക്രിയ മുടങ്ങുന്നു, ചില ഉപകരണങ്ങൾ കിട്ടാനില്ല എന്നുള്ള കാര്യം. അത് പറഞ്ഞതിനെ സംബന്ധിച്ച് പിന്നീട് ചട്ടലംഘനം ഉണ്ടായി. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പരസ്യമായിട്ട് സർക്കാർ സംവിധാനങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം നടന്ന സന്ദർഭത്തിൽ ആ അന്വേഷിച്ച വിഭാഗക്കാർ മന്ത്രിയോട് പറയുന്ന കാര്യം, ഏതൊരു ഉപകരണം കാണാനില്ല, അത് മന്ത്രി പോയി നോക്കിയതാണോ? ആ റിപ്പോർട്ടിനെ ഇവരോട് വിശദീകരിക്കുകയാണ്. ആ റിപ്പോർട്ട് വെച്ചിട്ട് മന്ത്രി വിശദീകരിച്ച കാര്യത്തെ എടുത്ത്
മന്ത്രി പറഞ്ഞ ഉപകരണം അവിടെ തന്നെ ഉണ്ട്. മന്ത്രി പറഞ്ഞതെന്ന് പറഞ്ഞാൽ മന്ത്രി അവിടെ പോയി നോക്കിയിട്ട് പറയുന്നതാണോ? അതായത് ആ വാക്കെടുത്തിട്ട് വ്യക്തിയെ എങ്ങനെയാണ് കോൺട്ര ചെയ്യുന്നത്, വ്യക്തിയെ എങ്ങനെയാണ് അധിക്ഷേപിക്കുന്നത്, വ്യക്തിയെ എങ്ങനെയാണ് ആക്രമിക്കുന്നത്, അത് ഇവരുടെ ഒരു ഹിഡൻ അജണ്ടയാണ്. ഇതിന്റെ ഉദ്ദേശശുദ്ധി മന്ത്രി വീണ ജോർജിനോടുള്ള കൊതിക്കറിവ് എന്ന് പറയാം. കാര്യം വീണ ജോർജ് ഇതൊക്കെ ആയല്ലോ, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റിയില്ലല്ലോ, അതുകൊണ്ട് പുറത്തുനിന്ന് എന്ത് ചെയ്യും, ഇന്നലെ ഇവരെ കൂട്ടത്തിൽ നിന്ന് പോയ ഒരു വ്യക്തിയെ കഴിവില്ലാത്ത വ്യക്തിയാണെന്ന് ചാപ്പ കുത്താൻ വേണ്ടി ഇതിനകത്തെ ദുഷിച്ച മനസ്സും പേര് നടക്കുന്ന കുറെ എണ്ണം ഇരുന്ന് ചെയ്യുന്ന പ്രവർത്തനമാണ്. വ്യക്തിയോടുള്ള വൈരാഗ്യവും കുശുമ്പും ഈ രീതിയിലാണ് അവർ തീർക്കുന്നത്. അത് ഒരുതരം മനോരോഗമാണ്, ചികിത്സയില്ലാത്ത മനോരോഗം. മറ്റൊരാൾ ഒരു തലപ്പത്തേക്ക് എത്തുമ്പോൾ, ഉന്നതിയിലേക്ക് എത്തുമ്പോൾ അതിലുണ്ടാകുന്ന വല്ലാത്ത ഈ ചൊറിച്ചിലുണ്ടല്ലോ, അതിനൊന്നും ഈ സമൂഹത്തിൽ മരുന്ന് കണ്ടെത്തിയിട്ടേ ഉള്ളൂ. അതിന് നമ്മൾക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ഈ നിലാവുള്ളതിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഓരിയിടൽ എന്നതിനപ്പുറം മറ്റൊന്നും പറയാൻ പറ്റില്ല. ലോകത്തെ ഏത് മനുഷ്യനും ഇരുന്നാൽ ഉണ്ടാകാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതൊരു വാർത്താ എലമെന്റ് ആയിട്ട് വ്യക്തിയെ ആക്രമിക്കാൻ കിട്ടിയ അവസരമായിട്ട് ആ സിസ്റ്റത്തെ കൂടി നശിപ്പിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനം ഡോക്ടറിന് വേണ്ടിയാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നും. അതല്ല, അവർക്ക് വാർത്താ കച്ചവടത്തിന് ഒരു ഇരയെ കിട്ടി. ആ ഇരയെ ബലിയാടാക്കിക്കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ തേജോവധം ചെയ്യുക മാത്രമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്. അതിനപ്പുറത്തേക്ക് ഇവരുടെ ദുരുദ്ദേശം നാട്ടുകാർ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാം നന്നാവണമെന്നോ ശരിയായി പോകണമെന്നോ അല്ല ഇവരെ ആഗ്രഹം. ഇതെല്ലാം ഒരു വ്യക്തിയുടെ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് അവരെ തോളിൽ ചാർത്തിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കുക, അവരെ എങ്ങനെയെങ്കിലും വീട്ടിനുള്ളിലേക്ക് ഇരുത്തുക, തോൽപ്പിക്കുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന് നിസ്സംശയം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള ഇവരുടെ ഈ ഗൂഢശ്രമത്തിലുള്ള ആ കൂലിയെഴുത്ത് വാർത്തകൾ കാണുമ്പോൾ ബോധ്യപ്പെടുകയാണ്.